ഹലോ. ഇവിടെ നമ്മൾക്ക് ഫേസ്ബുക്കിൽ കൂടെ നമുക്ക് എന്ത് സാധനങ്ങളും വാങ്ങാനും വിൽക്കാനൊക്കെയും പറ്റും കേട്ടോ. അത് നമുക്ക് തീരെ ചെറിയ റേറ്റിന് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വാങ്ങാനാണ് കേട്ടോ ഞങ്ങളീ പോണത്. അപ്പം അപ്പുണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവൻ അങ്ങനെ തന്നെ സ്കൂളിൽ നിന്ന് എടുത്ത് നേരെ തന്നെ പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതേ അവൻ വന്നപ്പോൾ കൊണ്ടുവന്നൊരു സംഭവം ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ നമുക്ക് ഹോംവർക്കായിട്ടാവും നമ്മൾ വീടെത്തുക. പക്ഷേ ഇവിടെ ഇവൻ ഇതുപോലെ ഓരോ ദിവസം ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്തതായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് എത്താറ്. അപ്പോൾ അതേ ഇന്ന് ഇങ്ങനെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുള്ളൊരു സംഭവമാണ്, ഡ്രോയിങ് ചെയ്തതാണ് കേട്ടോ ആൾ കൊണ്ടുവന്നത്, ഫ്രണ്ട്ഷിപ്പ് ബെഞ്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവിടെ ഒരു ബെഞ്ച് ഉണ്ട്, അപ്പോൾ ആ ബെഞ്ചിനെ വരയ്ക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആളത് കൊണ്ടുവന്നത്. അങ്ങനെ ദേ അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല, നേരെ അവന് ഫുഡ് പാക്ക് ചെയ്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് ആ പുണ്ണി ചെറുതായിട്ട് അവൻ്റെ വിശപ്പൊക്കെ ഒന്ന് മാറ്റി ഞങ്ങളങ്ങനെ നേരെ പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പോകുമ്പോൾ ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് തന്നെ ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുണ്ണി ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അവൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഇത് എവിടേക്കാണ് പോണേ, നമ്മൾ എങ്ങടാ പോണേ, എന്തിനാ പോണേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഞങ്ങൾ മടുത്തു. അവസാനം എന്തേ അവനത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എവിടേക്കാണ് എത്തിയെന്നുള്ള സംഭവം. എത്തി കണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് അച്ഛന് കിട്ടിയപ്പോൾ തൊട്ടിട്ട് ആൾ പറഞ്ഞു തുടങ്ങിയതാ, ഇതെന്താ അച്ഛന് എന്താ എനിക്കില്ലാത്തത്, കുട്ടികൾക്കല്ലേ വേണ്ടത്, അച്ഛന്മാർക്കാണോ വേണ്ടത് എന്നുള്ള ചോദ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തേലും ആവട്ടെ എന്ന് വെച്ചിട്ട് ദേ ആളുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണു. അപ്പം അതേ അച്ഛനേക്കാളും കൂടുതൽ ഗിയർ നിനക്കുണ്ടടാന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ആൾക്കൊന്ന് സന്തോഷമായത്. ഇനിത് ഓടിക്കോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം, എന്നാലും കുഴപ്പമില്ല, ആൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതേ വണ്ടിയിൽ കയറ്റണേക്കാൾ മുന്നേ തന്നെ എനിക്കിതിൻ്റെ ഗിയർ എങ്ങനെയാണ്, ഗിയർ സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ കാണണം എന്ന് പറഞ്ഞ് ആളൊക്കെ കണ്ട് എല്ലാതും ഹാപ്പി ആയി തന്നെയാണ് കേട്ടോ ഞങ്ങൾ കയറ്റിയത്. അങ്ങനെ ഇതിനതേ വണ്ടിയുടെ ഉള്ളിൽ കുത്തി നിറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോന്നു. തിരിച്ച് പോരുമ്പോൾ ഞങ്ങളൊരു കാഴ്ച കണ്ടു കേട്ടോ. ഇത് നമ്മൾ ഡാർലിങ്ടൺ ആ ഒരു ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടോ, തീരെ താഴത്തെ കൂടെ ഒരാൾ പോകുന്നുണ്ട്. അതിങ്ങനെ ഞങ്ങൾ പോകുമ്പോഴും കണ്ടിരുന്നു, ഇത് ഞങ്ങൾ വരുമ്പോഴും കണ്ടിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതിങ്ങനെ താഴെ തൊട്ട് താഴത്ത് കൂടിയാണ് പോയത്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.